ദൈവത്തിന് മഹത്വം. തെങ്ങോട് നവോദയ ജംഗ്ഷൻ നിവാസികളെ, സർവശക്തനായിരിക്കുന്ന സൃഷ്ടാവായിരിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മോട് ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ബൈബിൾ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വാക്യം പറഞ്ഞു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ തിരക്കിട്ട വേലയിൽ അല്പസമയം 15-20 മിനിറ്റ് സമയങ്ങൾ ഞങ്ങൾ ഈ വിലപ്പെട്ട സന്ദേശം ശ്രമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം
നമുക്കോ ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാം താമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചപടിയോ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരായി ചേർന്നിടാൻ നമുക്കോ ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാം താമുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാഴ്ചപടിയോ ജയിച്ചിടാം വിളങ്ങിടാൻ ദൈവത്തിൻ പുത്രരായി നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയും എന്നാഥനേശുവോട് നിത്യമാം രാജാധിരാജൻ കീഴേ പ്രിയരെയൊരുങ്ങുക. പറവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാധിരാജൻ കീഴേ പ്രിയരെയൊരുങ്ങുക. പറവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ തുടങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, മരണമില്ലാത്ത സൃഷ്ടാവുമായ ദൈവം നമ്മളെ ഈ പ്രഭാതത്തിൽ താങ്ങി എഴുന്നേൽപ്പിച്ചു. ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ അങ്ങനെ എന്തിനായി സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഇതുവരെ ഉദിച്ചിട്ടില്ല എങ്കിൽ ഒരു പ്രാർത്ഥനയോടെ, താഴ്മയോടെ എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന അച്ചിന്തയോടെ നമുക്ക് ഈ ദിവസത്തെ എതിരേൽക്കാം. ഇപ്പോഴേ ടീം ഈ ദേശത്തിലൂടെ പെങ്ങോട് ദേശത്തിലൂടെ ഇപ്പോഴിവിടെ കടന്നു പോകുമ്പോ ഒരുപക്ഷെ ഒരു ചോദ്യം ഉണ്ടാകും, എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ ജംഗ്ഷനിൽ നിങ്ങൾ പല രാഷ്ട്രീയ കാര്യം കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, മതപ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതെന്താണ് ഇതിന്റെ ഉദ്ദേശം? പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ ഉദ്ദേശം സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് നമ്മളെ കുറിച്ചുള്ള ഒരു സന്ദേശം പറയുവാനുണ്ട്. ആ സന്ദേശം നിങ്ങളെ അറിയിച്ചു ഞങ്ങൾ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. എന്താണ് ആ സന്ദേശം? വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമായിട്ടുള്ള ദൈവം മാനവരാശിയോട് അറിയിക്കുന്ന ഒരു സന്ദേശമാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ ഉടമ്പടി പുസ്തകത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: രാജ്യത്വത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി എല്ലായിടത്തും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കാം. ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുവാനാണ്, സാക്ഷ്യമായി അറിയിക്കുവാനാണ് ഈ ടീമെ ഈ
സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത്. നാളെ നിങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. ഒരുപക്ഷെ ഹൃദയത്തിലെ ചോദ്യം ഉണ്ടാകും, എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? ആ സന്ദേശം ഇതാണ്: പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവം നമ്മളോട് കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു, നമ്മളുമായി ഒരു കുടുംബമായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആ കുടുംബത്തിന്റെ ഹെഡായിരിക്കും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ രാജാക്കന്മാരായി തീരും. അങ്ങനെ ദൈവവുമായി ഒരുമിച്ച് താമസിക്കുവാൻ, ഒരു കുടുംബമായി തീരുവാനുള്ള ഒരു ഇൻവിറ്റേഷൻ ഈ ദേശത്തെ ജനത്തിന് അറിയിക്കുന്ന സന്ദേശമാണ് രാജ്യത്തിന്റെ സുവിശേഷം. ഇന്ന് നാം മനുഷ്യരോടുകൂടെ മാത്രം ജീവിക്കുന്നവരാണ്. ദൈവത്തോടുകൂടെ ജീവിച്ച് നമുക്ക് പരിചയമില്ല. മനുഷ്യരോടുകൂടെ, ഏത് മനുഷ്യർ? മരണമുള്ള, ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും ഒക്കെ പെട്ടുപോയ മനുഷ്യരോടുകൂടെ മാത്രം ജീവിക്കുന്ന നമുക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ അറിയിക്കുന്ന ആ സന്ദേശമാണ് ഈ രാജ്യത്തെ സുവിശേഷം. ഇതിൽ ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പോ ഒന്നുമില്ല. അപ്പൊ ഈ ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുമ്പോൾ, ഈ ഇൻവിറ്റേഷന്റെ വിളി കേട്ട് എനിക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരുമ്പോൾ, നമ്മൾ ദൈവവുമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് നമ്മുടെ കളറോ മതമോ സംഘടനയോ ഗ്രൂപ്പോ പണമോ ഒന്നുമല്ല. പകരം നമ്മൾ ദൈവവുമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ പാപമാണ്. പാപനിമിത്തമാണ് മരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ പാപത്തിന് പരിഹാരം ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്ന പാപത്തിന്റെ ശമ്പളം മരണമാണ്. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് ആ ക്രിസ്തു യേശു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നമ്മളെ ആ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. ആ യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ജീവിതകാലം ആ യേശുവിനെ അനുഗമിച്ച് അനുസരിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ മഹാസുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സത്യ ഈ ലോക ജീവിതം വളരെ നശ്വരമാണ്. അതെല്ലാം അധ്വാനിക്കുന്നു. നാം പല ബിസിനസ്സുകളും ചെയ്യുന്നു. നാം പ്രവർത്തിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിൽ വയറ്റിപ്പഴുപ്പെന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് നാം അധ്വാനിക്കുന്നത്. എന്നാൽ വയറ്റിപ്പഴുപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പിന്നെ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നേ? നാം അധ്വാനിക്കുന്നത് ഇവിടെ ഒരു വലിയ ആളാകാൻ, ഒരു ഹീറോ ആകാൻ വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. പക്ഷെ ഹീറോ ആകാൻ വേണ്ടി അധ്വാനിച്ച് അവസാനം സീറോ ആയി പോകുന്നു എന്നുള്ള കാര്യം പ്രിയ സഹോദരങ്ങളെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയും അവൻ പ്രവർത്തിക്കുന്നത് ഹീറോ ആകാൻ വേണ്ടിയാണ്. പക്ഷെ മരണം അവനെ സീറോ ആക്കി കളയുന്നു. ഈ ലോകത്തിലെ പല വ്യാപാരങ്ങളും ചെയ്യുന്നു, പലതും പഠിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഹീറോ ആകാൻ വേണ്ടിയാണ്. പക്ഷെ അവസാനം മരണം അവനൊരു സീറോ ആക്കുമ്പോൾ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം ഭൂമിയിലെ ഒരു പരാജയമാണ്. എന്നാൽ അത് മനുഷ്യനോട് കൂടിയുള്ള ജീവിതമാണ്. എന്നാൽ ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിൽ പ്രിയമകനെ ഇന്ന് യഥാർത്ഥത്തിൽ ഹീറോ ആയിത്തീരും. ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി തീരും. മാത്രമല്ല ഈ ഭൂമിയുടെ രാജാവായി മാറും. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ജയിക്കുന്നതിന് അവകാശമായി ലഭിക്കും. ഞാൻ അവന്റെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവർ എന്നേക്കും രാജാക്കന്മാർ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ രാജ്യത്തിന്റെ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. യേശു കർത്താവ് വന്ന് ഇവിടെ
പ്രസംഗിച്ച സുവിശേഷമാണ്. നാളെ ഞങ്ങളിത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. ഇന്ന് മനുഷ്യർ ഇവിടെ നമ്മുടെ ഭാവിയെ സെറ്റപ്പ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഭാവിയെ ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിലേക്കുള്ള ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിക്കുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞ് അതിലേക്ക് എത്തുവാൻ യേശുക്രിസ്തുവിന്റെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചനുസരിച്ച് കടന്നു വരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച അടുത്ത ദേശത്തേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ അടുക്കൽ 2 നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്. ആ നോട്ടീസിലൊന്ന് ഒരു ട്രാക്റ്റാണ്. ദൈവത്തിന് മാനവരാശിയെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മറ്റൊരു നോട്ടീസ് ഇവിടെ തൊട്ടേ അടുക്കൽ പൂക്കാട്ടുപടി പഞ്ചായത്ത് റോഡിൽ കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. ആ ധ്യാന കേന്ദ്രം എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ നമ്പറുകൾ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ താല്പര്യമാകുന്നുവെങ്കിൽ ആ നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലുകൾ അറിയാവുന്നതായിരിക്കും. തുടർന്ന് അടുത്ത മാസത്തെ ധ്യാനം ഒക്ടോബർ 7-ാം തീയതിയാണ്. നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിലെ ഈ തിരക്കിട്ട യാത്രയിൽ ഹീറോ ആകാനുള്ള യാത്രയിൽ സീറോ ആകുന്നതിന് മുമ്പ് അവിടെ കടന്നു വന്നുകൊണ്ട് നമ്മൾ ഒരുക്കുന്ന ഭാവിയല്ല, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയിൽ പ്രവേശിച്ച് യഥാർത്ഥത്തിൽ ഒരു ഹീറോ ആയി തീരുവാൻ, ഈ ഭൂമിയുടെ രാജാവായി തീരുവാൻ, അതിലുപരി ദൈവത്തിന്റെ മകനായി മാറ്റപ്പെടുവാൻ നിങ്ങളെ ഏവരെ ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഏവരെയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം അവരുടെ കൂട്ടായിരുന്നു. കേട്ട വചനം രുതിയുടെ ഹൃദയം തുറന്നതുപോലെ അങ്ങ് ഈ ദേശത്തുള്ളവരെ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങ് കേൾക്കുന്ന, അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറന്ന് അവരും ക്രിസ്തുവിൽ ആരംഭിപ്പാനും ക്രിസ്തുവിൽ വളരുവാനും ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ പിതാവോടൊപ്പം ജീവിക്കുന്ന ആ സുവിശേഷത്തിലേക്ക് എത്തിച്ചേരുവാനും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനതങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ സ്ഥാപനങ്ങളെ, ഇവരുടെ തലമുറകളെ, ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം അവരെ നിത്യ തേജസ്സിൽ എത്തിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനതയുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ബി ബ്ലെസ്ഡ്. ആമേൻ.